ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ അങ്ങനെ ഒരു അടി പൊട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പകല്. കാര്യം മറ്റൊന്നുമല്ല, അവിടെ ബിഗ് ബോസിന്റെ റൂൾ ബുക്കും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ നമ്മുടെ ആര്യൻ അതെടുത്ത് വായിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് മലയാളം അത്ര നന്നായിട്ട് അറിയില്ല. മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയണമെന്നൊന്നുമില്ല. അതൊരു കുറവായിട്ട് കാണാനും പറ്റില്ല. കാരണം പലരും പഠിക്കുന്നത് വിദേശ രാജ്യങ്ങളിലോ നോർത്തിലോ ഒക്കെ ആയിരിക്കും. ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ ആയിരിക്കും അവിടെ അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ചിലപ്പോൾ മലയാളം നല്ലപോലെ അറിയണമെന്നുണ്ടാവില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. ഇപ്പോൾ ഇതിൽ തന്നെ എത്രയോ പേര് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ പോലെ മലയാളം നന്നായിട്ട് അറിയണമെന്നൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ബിഗ് ബോസിനകത്ത് ഇതൊരു കോണ്ടന്റ് ആവുന്നത് ആദ്യമായിട്ടൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ ആര്യൻ ഇത് വായിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് കയറി ഗോൾ അടിച്ചു. അനീഷിന് ഗോൾ അടിച്ചു എന്ന് വെച്ചാൽ അത് വർക്കൗട്ട് ആയി. മലയാളം എഴുതാനും വായിക്കാനും അറിയണം, ബിഗ് ബോസിൽ വന്നാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ അങ്ങോട്ട് തുടങ്ങി. അനീഷ് ഈ ഒരൊറ്റ ഡയലോഗും പറഞ്ഞുകൊണ്ട് തേരാപ്പാര നടക്കാൻ തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ അപ്പാനി ശരത്തും നമ്മുടെ അഭിലാഷും ഒക്കെ അതിൽ കയറി പിടിച്ചു. നമ്മുടെ അക്ബർ ഖാൻ അതിൽ കയറി പിടിച്ചു. അവരൊക്കെ ഇദ്ദേഹമായിട്ട് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അത് വലിയ വിഷയമൊന്നുമല്ല, അങ്ങനെ നിയമമൊന്നും ഇവിടെ ഇല്ലല്ലോ, അത് ഇപ്പം അതിൻ്റെ പേരിൽ ആരെയും കളിയാക്കൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ ആ ഹിന്ദിക്കാരി എങ്ങനെയാണ് മലയാളം പറയുക, പുള്ളിക്കാരിക്ക് മലയാളം എഴുതാനും അന്നും നന്നായിട്ടൊന്നും അറിയില്ലെല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും ഇദ്ദേഹത്തിൻ്റെ പുറകെയായി, നമ്മുടെ അനീഷിൻ്റെ പുറകെയായി. അനീഷ് ഒറ്റ ഡയലോഗ് മലയാളം എഴുതാനും വായിക്കാനും അറിയണം, മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞിട്ട് അനീഷ് തേരാപ്പാര നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് റൈസ് ആവുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അനീഷിന് ഒരു കുലുക്കവും ഇല്ല, ഒറ്റ ഡയലോഗ്. അപ്പോൾ അത് വർക്കൗട്ടായി, ആ സ്ട്രാറ്റജി വർക്കൗട്ട്. നമുക്കറിയാം അത് അനീഷിൻ്റെ ഗെയിമാണ്. അല്ലാതെ ഇത് ഈ സീസണിൽ 7ാമത്തെ സീസണിൽ നമ്മളിത് സംസാരിക്കുമ്പോൾ അത് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും സീസൺസ് കണ്ടതാണ്. ഇത് അനീഷിൻ്റെ ഗെയിമാണ്. ആ ഗെയിമിൽ ഇവരൊക്കെ അറിയാം ഇത് ഗെയിമാണെന്ന്, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഗെയിമാണെന്ന്. പക്ഷെ എന്നാലും അവർ വീണ് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ചില കണ്ടസ്റ്റൻസ് ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എടുക്കുമ്പോൾ എത്ര നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും അത് അവരുടെ പ്ലാൻ വിജയിക്കും. അവർക്ക് വേണ്ടത് എന്താണ്? സ്ക്രീൻ സ്പേസ് ആണ്. അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് അവരവിടെ ഒരു ടോപ്പിലേക്ക് നിൽക്കണം, ബാക്കി എല്ലാവരും അവർക്കെതിരെ വരണം. ഇവിടെ അനീഷിനെതിരെ ബാക്കി എല്ലാവരും വന്നു. ഇത് നിലനിന്ന് പോകുമോ അല്ലെങ്കിൽ അനീഷിന് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. പക്ഷെ അനീഷ് ഇന്ന് ഈ സ്ട്രാറ്റജി എടുത്ത് പയറ്റിയപ്പോൾ അവിടെ എല്ലാവരും അനീഷിനെതിരെ വന്നു. അവിടെ അപ്പാനി ആയിക്കോട്ടെ, അഭിലാഷ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, സകലരും അനീഷിനെതിരെ സംസാരിക്കുകയാണ്. അപ്പോൾ അനീഷിൻ്റെ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ടായി, ഈ ഘട്ടത്തിൽ വർക്കൗട്ടായി. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. എന്തായാലും ഇന്നിപ്പോൾ ലൈവിൽ നടന്നത് ഇത്രയേ ഉള്ളൂ. മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വഴക്ക്, അതിൻ്റെ ചർച്ചകളും മറ്റുമൊക്കെയാണ് നടക്കുന്നത്. അനീഷ് ഒറ്റ നടത്തമാണ് കേട്ടോ, തേരാപ്പാര, അങ്ങോട്ട് ഇങ്ങോട്ട് ഈ നടപ്പാണ് അനീഷിൻ്റെ പരിപാടി. ഒറ്റ ഡയലോഗ്, മലയാളം എഴുതാനും വായിക്കാനും അറിയണം, മലയാളം എഴുതാനും വായിക്കാനും അറിയണം. ബാക്കിയുള്ളവർ നടന്നിട്ട് തൊണ്ട കീറിയിട്ട് അലറിയിട്ടും അനീഷിന് ഒരു കുലുക്കവും ഇല്ല. ഒറ്റ ഡയലോഗ്, മലയാളം എഴുതാനും വായിക്കാനും അറിയണം, മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവിൽ ഇപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.